ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണം കഴിഞ്ഞ ദിവസത്തിൻ്റെ ബാക്കി ഭാഗത്തിലേക്ക് തന്നെ മടങ്ങാം. വൻമതിലുകൾ ചൂഴ്ന്നതും ജനനിബിഡവുമായ ലങ്കാനഗരിയിൽ അന്തപുരത്തിലേക്ക് മായാമാനിനിയെ എന്ന പോലെ ദുഃഖവും മയക്കവും ഒത്തുചേർന്ന സീതയെ രാവണൻ എത്തിച്ചു. ഭയങ്കരികളായ പിശാചുക്കളെ പോലെ ചുറ്റും വന്നു ചേർന്ന രാക്ഷസികളോട് ദശാസ്യൻ കർശനമായി ആജ്ഞാപിച്ചു. സ്ത്രീയോ പുരുഷനോ ആരായാലും ശരി, എൻ്റെ സമ്മതമില്ലാതെ യാതൊരാളും ഇവളെ കാണരുത്. ശ്രേഷ്ഠ വസ്ത്രങ്ങളും അമൂല്യ ആഭരണങ്ങളും ഇഷ്ടം പോലെ കൊടുക്കണം. അറിഞ്ഞോ അറിയാതെ പോലുമോ വൈദേഹിക്ക് അനിഷ്ടമായൊരു വാക്ക് ആർ പറഞ്ഞാലും അവളുടെ ആയുസ് അറ്റു എന്ന് തീർച്ച. രാക്ഷസികൾക്ക് ഇങ്ങനെ താക്കീത് നൽകിയ ദശാസനൻ ഇനി ചെയ്യേണ്ടതെന്ന് എന്ന് ഗാഢമായി ചിന്തിച്ചുകൊണ്ട് പുറത്തേക്ക് പോന്നു. അവിടെ അതുല്യ ബലവാന്മാരും മാംസഭക്ഷകരുമായ 8 അസുരന്മാർ മധോന്മത്തരായി നിൽക്കുന്നത് കണ്ടു. വരാനുഗ്രഹങ്ങളാൽ ഉദ്ധൃതനായ ലങ്കാധിപൻ ആ രാക്ഷസന്മാരുടെ ബലവീര്യ പൗരുഷങ്ങളെ പുകഴ്ത്തിക്കൊണ്ട് പറഞ്ഞു: ഹിതകരങ്ങളും വിവിധങ്ങളുമായ അസ്ത്രശസ്ത്രങ്ങൾ എടുത്ത് കരൻ വസിച്ചിരുന്നതും ഇപ്പോൾ ശൂന്യവുമായ ജനസ്ഥാനത്തേക്ക് ഉടനെ നിങ്ങൾ എത്തണം. അനേകം അരക്കന്മാർ അന്ധകാലയം പ്രാപിച്ച ആ സ്ഥലത്ത് താമസിക്കുവിൻ. പൗരുഷം തന്നെ മൂർത്തീകരിച്ചവരായ നിങ്ങൾക്ക് ഭയത്തിന് അവകാശം ഇല്ലല്ലോ. ജനസ്ഥാനത്തിൽ ഞാൻ താമസിപ്പിച്ചിരുന്ന കരദൂഷണ ത്രിശിരസ്സുകളെ വിപുല സൈന്യങ്ങളോടുകൂടി തന്നെ കൂരമ്പുകളാൽ ആ രാമൻ നിഗ്രഹിച്ചു. ആ കാര്യം വിചാരിക്കുമ്പോൾ എൻ്റെ കോപം ധൈര്യത്തിനേക്കാൾ അധികം ആള് കത്തുകയാണ്. മാത്രമല്ല, ആ രാമനിൽ അതിഘോര വൈരവും ജനിച്ചു കഴിഞ്ഞു. ആജന്മശത്രുവായ അവനോട് പകരം വീട്ടുവാൻ തുടങ്ങുകയാണ് ഞാൻ. ചതുരംഗ സൈന്യങ്ങളോട് കൂടി ചെന്ന് രാമനെ നിർദ്ദയം കൊല്ലാതെ എനിക്കിനി ഉറക്കമേ വരുന്നതല്ല. കരദൂഷണാദികളെ വധിച്ച് അവനെ നശിപ്പിച്ചാൽ അതിദരിദ്രനായ ഒരുവന് നിധി കിട്ടിയത് പോലെ സന്തോഷം എനിക്കുണ്ടാകും. ജനസ്ഥാനത്തിൽ ചെന്നാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. അവിടെ താമസിച്ച് ദാശരഥിയുടെ ഓരോ ചലനവും മനസ്സിലാക്കി അതാതവസരത്തിൽ എന്നെ അറിയിക്കണം. അതിരഹസ്യമായിട്ട് വേണം വാർത്തകൾ അറിയിക്കുവാൻ. രാമൻ എന്താണ് ചെയ്യുന്നതെന്നും എന്താണ് ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നതെന്നും സൂക്ഷ്മമായി മനസ്സിലാക്കണം. നക്തഞ്ചര പ്രമുഖന്മാരും അമേയ ബലവാന്മാരുമാണ് നിങ്ങൾ. പക്ഷേ തികച്ചും ശ്രദ്ധ വെച്ച് വേണം ജനസ്ഥാനത്തിൽ നടക്കുവാൻ. രാമനെ നിഗ്രഹിക്കുവാനുള്ള സൗകര്യം ഓരോ നിമിഷത്തിലും നോക്കണം. യുദ്ധത്തിൽ നിങ്ങൾക്കുള്ള കഴിവ് എനിക്ക് നല്ല പോലെ അറിയാം. അതുകൊണ്ട് മാത്രമാണ് ജനസ്ഥാനത്തിൽ താമസിക്കുവാൻ നിങ്ങളെ ഭാരം ഏൽപ്പിക്കുന്നത്. ഏറ്റവും പ്രിയവും കാര്യമാത്ര പ്രസക്തവുമായ നിർദ്ദേശം രാക്ഷസ പ്രമുഖന്മാരെ സന്തുഷ്ടരാക്കി. 8 പേരും രാവണനെ വന്ദിച്ച് അപ്പോൾ തന്നെ ലങ്കയിൽ നിന്ന് ജനസ്ഥാനത്തേക്ക് പുറപ്പെട്ടു. സീതാദേവിയെ അധീനത്തിൽ കിട്ടിയതായി കണ്ട് സന്തുഷ്ടചിത്തനായ ലങ്കേശ്വരൻ ശ്രീരാമചന്ദ്രനിൽ വൈരമേറി അജ്ഞത കൊണ്ട് കൃതകൃത്യനായി വസിച്ചു. മഹാക്രൂരന്മാരും മഹാശക്തന്മാരുമായ 8 നിശാചരന്മാരെ അയച്ച രാവണൻ ബുദ്ധികേടുകൊണ്ട് താൻ ഏറ്റവും കൃതാർത്ഥനായെന്ന് തീരുമാനിച്ചു. കാമദേവശരങ്ങൾ അളവറ്റ് ഏറ്റതിനാൽ അടക്കുവാൻ കഴിയാത്ത അഭിലാഷത്തോടെ അതിവേഗം അന്തപുരത്തിലേക്ക് തന്നെ പോയി. അവിടെ രാക്ഷസികളുടെ മധ്യത്തിൽ ഏറ്റവും ദുഃഖിതയായിരിക്കുന്ന സീതാദേവിയെ വൻ കാറ്റിൽ അടിവെട്ട് മറഞ്ഞ് സാഗരമധ്യത്തിൽ മുങ്ങുവാൻ തുടങ്ങുന്ന തോണിയെപ്പോലെ സന്താപത്താൽ സദാ കണ്ണീർ വാർത്തുകൊണ്ടിരിക്കുന്ന ശ്രീരാമ സഹധർമ്മിണിയെ കൂട്ടം വിട്ട് ഒറ്റയ്ക്ക് നായികളുടെ മധ്യത്തിൽപ്പെട്ട ഒരു മാൻപേടയെപ്പോലെ മുഖം ചായച്ച് ദീർഘനിശ്വാസത്തോടെ ഇരിക്കുന്ന സുന്ദരീരത്നത്തെ നക്തഞ്ചരേന്ദ്രൻ തൃഷ്ണയോടെ കണ്ടു. അമരാവതി സദൃശമായ അരമനയെ നിർബന്ധപൂർവം അസുര ചക്രവർത്തി ദേവിക്ക് കാണിച്ചു കൊടുത്തു. മേടകളും മാളികകളും ചുറ്റുപാടും ഉള്ളതിലെല്ലാം 1000 സ്ത്രീകൾ വസിക്കുന്നു. നാനാരത്ന സമാകീർണമായ അവയിൽ വജ്രവൈഢൂര്യ രത്നങ്ങൾ വിചിത്ര രൂപത്തിൽ പതിച്ചിട്ടുള്ളത്. കണ്ണും കരളും കവരത്തക്ക വിധത്തിലാണ്. സ്വർണം, വെള്ളി, കൊമ്പ്, സ്ഫടികം എന്നിവയാലാണ് തൂണുകൾ നിർമ്മിച്ചിട്ടുള്ളത്. ദിവ്യമായ പെരുമ്പറനാദം സർവദാ മുഴങ്ങുന്ന ആ മണിമന്ദിരങ്ങളുടെ തോരണങ്ങൾ കറകളഞ്ഞ കനകം കൊണ്ടായിരുന്നു. ജനകരാജസുതയെ സുവർണ കോണി കയറ്റി മുകളിൽ കൊണ്ടുപോയി വെള്ളിയാലും കൊമ്പിനാലും തീർത്ത മനോഹര വാതായനങ്ങൾ, പൊന്നിൻജനാലകൾ നിറഞ്ഞ പ്രസാദങ്ങളിൽ കുമ്മായമിട്ട് ധവളങ്ങളായ രത്നചിത്രസ്ഥലങ്ങൾ, വിവിധ തരുവൃന്ദങ്ങളോടുകൂടിയ ആരാമങ്ങൾ, വികസിച്ചു നിൽക്കുന്ന താമരപ്പൂവുകളോടുകൂടിയ സരസ്സുകൾ, ഇങ്ങനെ ഓരോന്നോരോന്നായി ലങ്കേശ്വരൻ മാലാണ്ട മൈഥിലിക്ക് കാണിച്ചു കൊടുത്തു തുടങ്ങി. മാത്രമല്ല, വിദേഹപുത്രിയുടെ മനസ്സ് മാറത്തക്ക വിധത്തിൽ പ്രലോഭന വാക്കുകൾ തുടർന്നു. സീതെ 32 കോടി രാക്ഷസന്മാരുണ്ട്. അവരുടെ മുഴുവൻ ഒരേ ഒരു ചക്രവർത്തിയായിട്ടുള്ളത് ഈ ഞാൻ മാത്രം.
എന്തും ചെയ്യുവാനുള്ള കരുത്തും സാമർഥ്യവുമുള്ള രാത്രിഞ്ചരന്മാർ, വൃദ്ധന്മാരും കുട്ടികളും ഇല്ലാതെ തന്നെ ഓരോ കാര്യത്തിനും ആയിരക്കണക്കിന് എൻ്റെ വരുതിയും കാത്തുകൊണ്ട് എപ്പോഴും നിൽക്കുന്നുണ്ട്. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.